അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ 2ഉം ഫംഗ്ഷൻ 3യും ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫംഗ്ഷൻ 2ഉം ഫംഗ്ഷൻ 3യും ഓൾറെഡി റിട്ടേൺ എക്സാമിന് ഇരുന്ന് പഠിച്ചതാണ്. അപ്പോൾ ഒരു റിവിഷൻ പോലെ ഞാൻ രണ്ടാമതൊന്നും കൂടി പഠിക്കാൻ തുടങ്ങി. പിന്നെ ഓറൽസിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിക്ക് ഇരുന്ന് പഠിച്ച്, റിട്ടേൺസിന് പഠിച്ച പോലെ തന്നെ നല്ല രീതിക്ക് ഇരുന്ന് പഠിച്ച് ഞാൻ എക്സാമിന് പോയി. അങ്ങനെ ഞാൻ കയറി. ഈ എക്സാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഓഫ്ലൈൻ ആയിരുന്നു എക്സാം. ഇപ്പോൾ കൊറോണ ആയതിന് ശേഷം ഇവർ കൊറോണയിൽ ഓഫ്ലൈൻ എക്സാം നടത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഓൺലൈൻ ആക്കിയിരുന്നു എക്സാം, അതായത് കമ്പ്യൂട്ടറിൽ. അപ്പം പിന്നെ കൊറോണയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ഓഫ്ലൈൻ അല്ല, ഓൺലൈനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ നമ്മൾ MMD പോകണം, അതായത് ഇവിടെ കൊച്ചിയിൽ MMD വർക്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വേണം എക്സാം ചെയ്യാൻ. അവിടുത്തെ കമ്പ്യൂട്ടറിൽ വേണം നമ്മൾ ഈ എക്സാം ചെയ്യാൻ. അങ്ങനെ ഞാൻ അവിടെ കൊച്ചിയിൽ പോയി. അങ്ങനെ ഞാൻ കയറി. ഒരു എക്സ്റ്റേണൽ ഇൻറ്റേർണൽ വന്ന്, അങ്ങനെ എക്സ്റ്റേണലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. കുറേ ചോദ്യം ചോദിച്ച്. എനിക്ക് കുറേയൊക്കെ പറയാൻ പറ്റി, കുറേയൊക്കെ പറയാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇൻറ്റേർണൽ വന്ന് ഇൻറ്റേർണൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻറ്റേർണൽ കുറേ ചോദ്യം ചോദിച്ചു. എക്സ്റ്റേണലിൻ്റെ അടുത്ത് എനിക്ക് കുറേ എണ്ണം പറയാൻ പറ്റിയില്ല, കുറേ എണ്ണം എനിക്ക് പറയാൻ പറ്റി. പിന്നെ ഇൻറ്റേർണൽ വന്ന് കുറേ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇൻറ്റേർണലിൻ്റെ അടുത്ത് ഞാൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു ഫംഗ്ഷനെങ്കിലും എനിക്ക് തരും എന്നുള്ള. അങ്ങനെ ഇൻറ്റേർണൽ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അബ്സാർ യു ആർ ബോത്ത് ഫെയിൽഡ്, കം അഗെയിൻ എന്ന് പറഞ്ഞ് ലോഗ് ഔട്ട് എന്ന് പറഞ്ഞു. അത് ഞാനിപ്പോഴും മറക്കൂല ആ ഒരു വാക്ക്. അന്ന് ഞാൻ കരഞ്ഞിട്ടാണ് ബസ്സിൽ വീട്ടിലേക്ക് വന്നത്. ആ ഒരു തോൽവിക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ തോൽവിയാണത് എക്സാമിൽ. അങ്ങനെ എൻ്റെ അംഗനവാടി തൊട്ടിട്ട് 24ാമത്തെ വയസ്സ് വരെ ഞാൻ കൊണ്ടു നടന്നതിൻ്റെ സ്ട്രീക്ക് ഞാൻ അന്ന് പൊട്ടിച്ച് ഡബിൾ തോൽവിയായിട്ട് കരഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഞാൻ. അന്ന് കരച്ചിൽ വരാൻ ഒരു കാരണമുണ്ട്. കാരണം തോറ്റതിനോണ്ടല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ എൻ്റെ ബെസ്റ്റ് ഇട്ടിട്ടും എൻ്റെ ഒരു ഭാഗ്യമില്ലായ്മ കൊണ്ട് കിട്ടാണ്ട് വന്ന്. ഉത്തരം പറഞ്ഞിട്ടും എനിക്ക് പുള്ളിക്കാരൻ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് രണ്ടും തരാൻ പറ്റില്ല, തോറ്റ് ഈ പിന്നെയും പോകാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ അങ്ങോട്ട് തകർന്നു പോയി ഞാൻ. അതിൽ ഞാനിങ്ങനെ ആലോചിക്കും, എന്നെക്കൊണ്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഉത്തരം പറഞ്ഞിട്ടും തോക്കണ അവസ്ഥ എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യാൻ. ഇങ്ങനെ കുറേ ചിന്തയിലായിപ്പോയി ഞാൻ.